ജെയ്സി തോമസ് എത്തും ഉറപ്പിച്ച് പറയാൻ CPM MP-യുടെ മകളെയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചത്? അല്ല, ഒരു ഒറ്റ ഒരു MP-യുടെ മകൾ എന്ന് പറഞ്ഞാൽ എല്ലാ MP-മാരുടെ മക്കളെയും സംശയം നിർത്തുകയാണെന്നാണ് പറയുന്നത്. ഇവിടെ രാഹുലിനെതിരെ ഇന്നീ ദിവസം വരെ ഏറ്റവും അധികം പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുള്ള പാർട്ടി BJP-യാണ്. നിങ്ങളുടെ കോർപ്പറേഷനിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട അധ്യക്ഷ രാഹുലിന്റെ കൂടെ പോയി പരിപാടിക്ക്. വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. നിങ്ങൾ പരാതി ലഭിച്ച് മണിക്കൂറുകൾക്കകം അത് കേരള പോലീസിന് കൈമാറിയെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നേ ലഭിച്ച പരാതി കേരള പോലീസിന് കൈമാറിയില്ല? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പരസ്യമായി വന്നു നിന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പരാതി ലഭിച്ചിരുന്നു. ആ ലഭിച്ച പരാതി ഗൗരവകരമാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഒരു പിതൃസ്ഥാനത്ത് നിന്ന് അത് പരിഹരിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. അന്നെന്താ കേരള പോലീസിന് വിശ്വാസം ഉണ്ടായിരുന്നില്ലേ? അന്നെന്താ നിങ്ങൾക്ക് ഈ പരാതി കേരള പോലീസിന് കൊടുത്തില്ല? അപ്പൊ ഇത്തരത്തിൽ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് 3 മാസങ്ങൾക്ക് മുൻപ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി ലഭിച്ചു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ പരാതി എന്തുകൊണ്ടാണ് പോലീസിന് കൈമാറിയില്ല? റിനി ഞാൻ എഴുതി തയ്യാറാക്കിയ പരാതി കൊടുത്തത് ഹാഷ്മിക്ക് അറിയോ? ഇല്ല, എനിക്കറിയില്ല. ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ ഇപ്പൊ ഈ പറയുന്ന കേസ് എന്താണ്? പച്ചക്കള്ളം വിളിച്ചു ഈ പച്ചക്കള്ളം വിളിച്ചു ഹാഷ്മി പറയണ്ടേ അങ്ങനത്തെ ഒരു പരാതി ഇല്ലായിരുന്നു പറയണ്ടേ? ഞാനൊന്ന് പൂർത്തിയായിക്കോട്ടെ. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? ഞാനല്ല കള്ളം പറഞ്ഞത്. സതീശനാണ് ഞങ്ങൾക്ക് പരാതി ലഭിച്ചു എന്ന് പറഞ്ഞത്. അല്ല പ്രശാന്ത്, ഇത് പോലീസിന് കൈമാറാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെ രേഖാപരമായ പരാതികളായിരുന്നു പറഞ്ഞിട്ടില്ല. ഈസണിയുടെ സ്വരം അതെന്നോട് വേണ്ട. കാരണം ഇവിടെ മാന്യമായിട്ട് തന്നെ പറഞ്ഞത് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. 24-ന്റെ ഉൾപ്പെടെയായ ചാനലുകൾ കൃത്യമായി രാഹുൽ വിഷയം വന്നതിന്റെ അയ്യന്റെ മോനെ പറഞ്ഞോളൂ. പ്രശാന്ത് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പ്രശാന്ത് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഉത്തരം കിട്ടാതിരിക്കുന്ന സമയത്ത് പ്രശാന്ത് അക്കാര്യത്തിൽ കൃത്യമാണ്. അക്കാര്യത്തിൽ രേഖാപരമായ പരാതി കിട്ടിയാലും പ്രതിപക്ഷത പറഞ്ഞിട്ടില്ല. അതല്ല ഉദ്ദേശം. ഇതുവരെ രേഖാപരമായ ഏതെങ്കിലും പരാതി പറഞ്ഞിട്ടില്ല. താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു പരാതിയിലും രേഖാപരമായ പരാതിയുടെ കാര്യം അത് പാർട്ടിക്കാർ പുറത്തു വരേണ്ടതാണ്. പത്രക്കാർക്ക് മുൻപിൽ ഞാൻ രേഖാപരമായ പരാതി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ചർച്ചയില് ഞാൻ പറഞ്ഞ വാക്കുകൾ എടുത്ത് നോക്കിക്കോളൂ. പ്രതിപക്ഷ നേതാവ് പത്രക്കാരോട് എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് പരാതി ലഭിച്ചിരുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് രക്ഷപ്പെട്ടത് ഒരു ചുവന്ന പോളോ കാറിലാണ് എന്ന് താങ്കൾ സ്ഥിരീകരിക്കും. താങ്കൾക്ക് അറിവുള്ളതാണോ? നേരിട്ട് അറിവുള്ളതാണോ അതോ രാഷ്ട്രീയമാണോ അത്? അല്ല, ഇവിടെ കേരള പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. ആ കാർ എവിടെയാണ് ഉള്ളത് എന്നുള്ള കണ്ടെത്തട്ടെ. പ്രശാന്ത് ഉറച്ചു നിൽക്കുന്നുണ്ടോ? അല്ലല്ല, പ്രശാന്ത് ഉറച്ചു നിൽക്കുന്നുണ്ടോ? ആ ചുവന്ന കാർ രാഹുലിന് ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. സാറിന് ടോയ്ലറ്റ് പോകുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടി. രാഹുലിന് സംരക്ഷണം ഒരുക്കാൻ ഒരു കോൺഗ്രസ് നേതാവ് വീട്ടിൽ ഒളിപ്പിച്ചു. ചുവന്ന പോളോ കാർ, ഏതോ നടിയുടെ പോളോ കാർ ആണോ? രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടി ചുവന്ന കാറിൽ കോൺഗ്രസ് നേതാക്കന്മാർ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് ഇവിടുത്തെ ഞങ്ങൾക്ക് സംശയമുണ്ട്. ആ വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ആ ചമ്മലങ്ങ് മാറിക്കോട്ടെ, വല്ല കാര്യം ഉണ്ടായിരുന്നോടാ. പാലക്കാട്ട് നിരവധിയായ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അദ്ദേഹത്തോടൊപ്പം എത്ര പരിപാടികളാണ് പങ്കെടുത്തത്. ശരി പ്രശാന്ത്, പക്ഷേ നിങ്ങൾ തടയൊന്നും ഒന്നും കണ്ടില്ല. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അതേ വളരെ തടയുമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല ഹാഷ്മി. അങ്ങനെ പറയരുത് ഹാഷ്മി, അങ്ങനെ പറയരുത്. പ്രതിഷേധിക്കുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം വളരെ സ്വൈര്യവിഹാരം നടത്തി. നിഷേധിക്കുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ അവിടെ പക്ഷേ നിങ്ങൾ അവിടെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി അവിടെ പോയി നിന്ന് എന്തൊക്കെ കാണിച്ചു? ഒന്നും ഉണ്ടായില്ല. ഒരു സമയം കഴിഞ്ഞ് ഒന്നും ഉണ്ടായില്ല. ഇല്ല, പ്രതിഷേധിക്കും. കൂടുതൽ ഇളക്കല്ലേ. ഇവിടെ രാഹുലിനെതിരെ ഇന്നീ ദിവസം വരെ
ഏറ്റവും അധികം പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുള്ള എങ്ങനെ പ്രതിഷേധിച്ചു? ഒരേ നിങ്ങളുടെ ഒരു പാർട്ടി BJP ആണ്. നിങ്ങളുടെ കോർപ്പറേഷനിൽ നിങ്ങൾ നിങ്ങളുടെ നോക്കൂ. പ്രധാനപ്പെട്ട നിങ്ങളുടെ അധ്യക്ഷ മാധ്യമത്തിൽ രാഹുലിന്റെ ഉൾപ്പെടെ കൂടെ പോയി പരിപാടിക്ക്. ട്രാക്ക് മാറ്റി. കേരളത്തിലെ ഒരു MLA ഇത്രയും പ്രമാദമായ ഒരു കേസിലെ MLA നിരീക്ഷിക്കാൻ കേരളത്തിലെ പോലീസിന് പറ്റിയില്ലെങ്കിൽ ഈ പണി നിർത്തി വേറെ വല്ല പണിക്കും പോയിക്കൂടെ? വേറെ വല്ല പണിക്കും പോയിക്കൂടെ നിർത്തിയിട്ട്? ഇങ്ങനെ ഞങ്ങളുടെ മാനരക്ഷക്കാരെങ്കിലും ഒളിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒരു പോലീസുകാരൻ അവിടെ ഇട് എന്ന് പറയൂലേ? അപ്പൊ വളരെ കൃത്യമായിട്ട് CPM ഒരു അജണ്ടയുണ്ട്. എന്താ അജണ്ട? ഈ തെരഞ്ഞെടുപ്പ് തീരുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാതെ അദ്ദേഹം ഒളിവിലാണ് എന്നുള്ളത് വാർത്തകൾ ഉണ്ടാക്കി കൊണ്ടുവന്നു. പോലീസ് കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയാണ്. എന്നിട്ട് കുറെ കഥകൾ ഉണ്ടാക്കുകയാണ്. അവിടെ പോയി ഇവിടെ പോയി ചുവപ്പുകാര് മറിച്ചകാര്, അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇതിന്റെയൊക്കെ പുറകിലുള്ളത് Okay. രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യം എന്താന്ന് വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ പ്രിയപ്പെട്ട ജയിക്കവിടെ എന്ന് പറയണം, കേരളത്തിലെ പോലീസിനെ കൊണ്ട് ഈ പണിക്കൊന്നും ഓക്കെ, പറ്റില്ല. 7-ാം നാൾ ഒളിവിൽ കഴിയാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതിന്റെ ഏതാനും മണിക്കൂർ മുമ്പ് പാലക്കാട് വളരെ സജീവമായ MLA 7-ാം നാൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഫസ്റ്റ് ചോദ്യമാണ്. നമ്മുടെ പോലീസ് അത്ര കഴിവുകെട്ട സംവിധാനമാണോ ജയിക്ക്? സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറ്റം മുഴുവൻ കേരള പോലീസിനെ സംബന്ധിച്ചാണ് ബഹുമാനായ കോൺഗ്രസ് പ്രതികരണങ്ങളാകെ കാണാൻ പറ്റുന്നത്. എന്തൊരു വിരോധാഭാസമാണ് നോക്കണേ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഞങ്ങളുടെ കൂട്ടത്തിൽ രാഷ്ട്രീയ സംരക്ഷണയിൽ വളർത്തിക്കൊണ്ടുവന്ന KSU യൂത്ത് കോൺഗ്രസ് പാലക്കാട് MLA വരെയായി വളർത്തിക്കൊണ്ടുവന്നയാൾ നമ്മളുടെ നാട്ടിലെ കോൺഗ്രസിന്റെ MP-യുടെ കുടുംബത്തെ ദാരുണമാം വിധം ആക്രമിച്ചില്ലായ്മ ചെയ്യുന്നു. അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? പ്രവർത്തകരായിട്ടുള്ള പെൺകുട്ടികളെ ആക്രമിച്ചില്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. തന്നിൽ നിന്ന് ക്യാരിങ് ആയ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി കൊല്ലാൻ നിമിഷങ്ങൾ മതിയെന്നും അൺസയന്റിഫിക് ആയിട്ടുള്ള ഇങ്ങനെ അലമ്പാക്കല്ലേ. അവൻ പിന്നെ മറ്റേ വർത്തമാനല്ലേ പറഞ്ഞത്? ജയിക്ക് ആങ്കറിൽ ഇടപെട്. അല്ല ജയിക്ക്, ഞാൻ അലമ്പാക്കില്ല. അല്ല ജയിക്ക്, ഇവിടെ നമ്മളിവിടെ ഈ മറ്റേ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി ഒരു മിനിറ്റ് ജയിക്ക് പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. അല്ല ഒരു മിനിറ്റ് ജയിക്ക്. എപ്പോഴും പരാതികൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണോ? തെമ്മാടിത്തരം കാണിക്കുന്നോ? ജയിക്ക് നിങ്ങളുടെ പരാതി ഉണ്ടെ പോലീസിന് കൊടുക്ക്. ഒറ്റ പരാതി പോലീസ് കൊടുക്ക്. ഏത് MP-യുടെ മകൾ? ജയിക്ക് ഏത് MP-യുടെ മകൾ? കാണിക്കുന്നോ? ചാനലിൽ വന്നിരുന്നു ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ. ജയിക്ക് അല്ല പറയട്ടെ, ജയിക്ക് പറയട്ടെ, അല്ല സംശയത്തിന് നിഴലാക്കുകയാണോ? ജയിക്ക് പറയട്ടെ, ജയിക്ക് ഏത് MP-യുടെ മകൾ? തെമ്മാടികൾ. പറയട്ടെ, ജയിക്ക് പറയട്ടെ. വെറും തെമ്മാടികൾ. അല്ല രാഹുൽ ഈശ്വർ കാണിക്കുന്നതാണ് ജെയ്ക്ക് തോമസ് കാണിക്കുന്നത്. അല്ല, അദ്ദേഹത്തിന്റെ രാഹുൽ ഈശ്വർ കാണിക്കുന്നതാണ് ജെയ്ക്ക് തോമസ് കാണിക്കുന്നത്. ജെക്സി തോമസ് ഇവിടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുക എന്നൊരു പ്രശ്നമുണ്ട്. രാഹുൽ ഈശ്വർ കാണിക്കുന്നത് അല്ല ശരിയാണ് അല്ല ജെയ്ക്ക് തോമസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. പാവപ്പെട്ട പെൺകുട്ടിയെ ഐഡന്റിറ്റി വെളിപ്പെടുത്തലല്ലേ? വിട്ടുകൊടുക്കാൻ പാടില്ല. പറയട്ടെ ജയിക്ക് പറയട്ടെ, തെമ്മാടിത്തരം കാണിക്കരുത്. ജയിക്ക് ആ അല്ല അദ്ദേഹം ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി തടസ്സപ്പെടുത്തിയാൽ എന്ത് ചെയ്യും? ഞാൻ ആരുടെയും രാഹുൽ സഹോദരന്മാരുടെ ക്ലാസ്സിൽ നിന്നല്ല ഞാൻ രാഷ്ട്രീയം പഠിച്ചത്. ആ രാഷ്ട്രീയം പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഒക്കെ അങ്ങയുടെ ആപ്പീസിലും അങ്ങയുടെ സുഹൃത്ത് വലയത്തിലും ഉണ്ടോ എന്നുള്ളത് അങ്ങ് സൗകര്യം കിട്ടപ്പോൾ നോക്കിയാൽ മതി. ഇവൻ ഇതുവരെ കിട്ടിയത് മതിയായില്ല. സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാടെന്ത് എന്നുള്ള അല്ല പറയട്ടെ അക്കാര്യത്തിലുണ്ട്. അല്ല ജയിക്ക് MP-യുടെ മകൾ അല്ല ഒരു ഒറ്റ ഒരു MP-യുടെ മകൾ എന്ന് പറഞ്ഞാൽ എല്ലാ MP-മാരുടെ മക്കളെ സംശയം നിർത്തുകയാണെന്നാ പറയുന്നത്. ഇനി ഇത് ആവർത്തിക്കരുത്. ആ ഭാഗത്ത് കഴമ്പുണ്ട് ജയിക്ക്. ആങ്കർ കൊട്ടും വാർത്തയുടെ സ്ക്രീൻഷോട്ട് 24 ന്യൂസിന്റെ PC. കാര്യം നമുക്ക് മനസ്സിലായി. മകളെയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചത്? അല്ല, ഇതെന്ത് കഷ്ടമാണ്. ജെയ്സി തോമസ് എത്ര ഉറപ്പിച്ചു പറയാൻ CPM MP-യുടെ മകളെയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചത്? ജയിക്ക് പറഞ്ഞു പൂർത്തിയാവും. നമ്മൾ വഷളാവല്ലേ, പറഞ്ഞു വഷളാവല്ലേ? മിണ്ടാതിരുന്നാലും എന്തിനാ ശ്യാമള വെറുതെ മെക്കിട്ട് കയറുന്നത്? ഇല്ല പറഞ്ഞു വഷളാവല്ലേ അല്ല ജെയ്സി തോമസ് പറയട്ടെ. അല്ല ജെയ്സി തോമസ് പറയട്ടെ. ഇല്ല പറഞ്ഞു വഷളാവല്ലേ കഴിയുമെങ്കിൽ മ്യൂട്ടാക്കിയാൽ ഞാൻ മറുപടിയിലേക്ക് വരാം. ജയിക്ക് പറയൂ. അതങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ. അയ്യോ അരുത് രാജിപ്പിനാരുത് 3 മാസങ്ങൾക്ക് മുമ്പ് എഴുതി എന്താ വീക്കിന്റെ തലവാചകം? ഓണത്തിന്റെ ഇടയിലാണോ മാഷേ പൂട്ടുകച്ചോടം? ഈ
ഈ സെക്ഷൽ പെർവേർട്ടുകളെ കാണുമ്പോൾ ഇടിക്കുന്ന വളയുന്ന നട്ടലുമായിട്ടാണോ അങ്ങ് ചാനലിലും വന്നിരിക്കുന്നത്? ഇത് വീക്കിന്റെ 3 മാസം പുറകെയുള്ള വാർത്തയാണ് ഞാൻ കോട്ട് ചെയ്തത്. അന്ന് ഒരു കോൺഗ്രസ്സുകാരനെയും കണ്ടില്ല. വളയുന്ന തെമ്മാടിത്തരമാണെന്ന് പറയാൻ അന്ന് അന്തസ്സുള്ള ഒറ്റ കടൽക്കാരിയും കണ്ടില്ല. വിളിച്ച് പറയുന്നത് പറയാൻ മലയാള മനോരമ യുദ്ധ വീക്ക് എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. ഒരു അതിജീവിത പരാതികളോട് തീരുമാനിക്കേണ്ടത് അവരുടെ തീരുമാനമാണ്, അവരുടെ തീരുമാനം തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു പരാതി പൊതുസമക്ഷം ഇല്ലെങ്കിൽ നമ്മൾ വന്നൊരു എം പിയുടെ മകൾ എന്ന് പറയുന്നത് തെറ്റാണ് ജയിക്ക്. കിട്ടി പലിശ സഹിതം കിട്ടി.